Dear students, മൾട്ടിവേരിയബിൾ ഫംഗ്ഷനുകളുമായി ബന്ധപ്പെട്ട ചില ടെർമിനോളജികളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വി ഹാവ് ടു ഡിസ്കസ് സ്കേലാർ ഫീൽഡ് ആൻഡ് വെക്റ്റർ ഫീൽഡ്. സ്കേലാർ ഫീൽഡ് ഈസ് എ ഫംഗ്ഷൻ in a region of a plane or a space that assigns a scalar quantity to every point in that region. That is, suppose we can find a particular scalar quantity to every point in a region which is defined by a scalar function, then that function is called scalar field. അതായത് എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പറയാം. സപ്പോസ് നമ്മുടെ കോളേജിലെ നമ്മുടെ ക്ലാസ് റൂം കൺസിഡർ ചെയ്യാം. ആ ക്ലാസ് റൂമിലെ ഓരോ പെർട്ടിക്കുലർ പോയിന്റുകളിലും നമുക്ക് ഒരു പെർട്ടിക്കുലർ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ റൂമിലെ ഓരോ പോയിന്റുകളിലും നമുക്ക് ടെമ്പറേച്ചർ കൃത്യമായിട്ട് അളക്കാൻ പറ്റുമെന്നർത്ഥം. ടെമ്പറേച്ചർ എന്ന് പറയുന്ന ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആണല്ലോ. അപ്പോൾ ആ റൂമിലെ ഓരോ പോയിന്റിലും ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടുള്ള ടെമ്പറേച്ചർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ കോളേജിലെ ഈ ക്ലാസ് റൂം എന്ന ഒരു റീജിയൻ നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു ടെമ്പറേച്ചർ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള എല്ലാ പോയിന്റുകളിലും ഒരു സ്കേലർ വാല്യൂ നമുക്ക് അസൈൻ ചെയ്യാൻ കഴിയും. ആ രീതിയിലുള്ള ഒരു റീജിയനെ എന്ന് പറഞ്ഞാൽ ഒരു റീജിയനിലെ എല്ലാ പോയിന്റുകളിലും ഒരു സ്കേലാർ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ സ്കേലാർ ഫീൽഡ്, ആ അസൈൻ ചെയ്തിരിക്കുന്ന ഫംഗ്ഷനെയാണ് സ്കേലാർ ഫീൽഡ് എന്ന് നമ്മൾ പറയുക. അപ്പോൾ ഈ ഒരു റൂമിൻ്റെ കാര്യം തന്നെ പരിശോധിച്ച് കഴിഞ്ഞാൽ സപ്പോസ് അവിടെ നമ്മൾ എടുക്കുന്ന ഫംഗ്ഷൻ ടെമ്പറേച്ചർ ഫംഗ്ഷൻ സപ്പോസ് x² + yz എന്നാണ് വിചാരിക്കുക. അപ്പോൾ ഈ ഓരോ XYZ എന്ന പോയിന്റുകളിലും നമുക്ക് ഈ ഫംഗ്ഷൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സപ്പോസ് വി കൺസിഡർ ദ പോയിന്റ് 1, 2, 3. അപ്പോൾ ഈ പോയിന്റിൽ നമ്മൾ ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് കിട്ടുക 1² + 2 × 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 യൂണിറ്റ്സ് ടെമ്പറേച്ചർ അവിടെ കിട്ടും. ഇനി വേറൊരു പോയിന്റ് കൺസിഡർ ചെയ്യാം. സപ്പോസ് വി കൺസിഡർ ദ പോയിന്റ് 2, 3, 5. ദെൻ ദ ടെമ്പറേച്ചർ അറ്റ് ദാറ്റ് പോയിന്റ് വിൽ ബി 19 യൂണിറ്റ്സ് ആൻഡ് സോ ഓൺ. അപ്പോൾ ഇങ്ങനെ എല്ലാ പോയിന്റുകളിലും നമുക്ക് ഒരു സ്കേലാർ ക്വാണ്ടിറ്റി, ഇവിടെ നമുക്കൊരു ടെമ്പറേച്ചർ എന്നുള്ള രീതിയിൽ, മറ്റ് ഫീൽഡുകളിലാണ് മറ്റ് റീജിയനുകളാണെങ്കിൽ വേറെ ഏതെങ്കിലും ഫങ്ഷൻസ് ആയിരിക്കും. സ്കേലാർ ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റണമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സ്കേലാർ ക്വാണ്ടിറ്റി ഒരു റീജിയനിലെ എല്ലാ പോയിന്റുകളിലും നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിന് നമുക്കൊരു സ്കേലാർ ഫീൽഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് സ്കേലാർ ഫീൽഡ് ഈസ് എ ഫംഗ്ഷൻ ഇൻ എ റീജിയൻ ഓഫ് എ പ്ലെയിൻ or space that assigns a scalar quantity to every point in that region. Similarly, we can define vector field also. That is, a vector field is a function in a region of a plane or space that assigns a vector value at every point of that region. Scalar field പറഞ്ഞതുപോലെ തന്നെ ഒരു റീജിയനിലെ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു റീജിയനിലെ പ്ലെയിനിലാവട്ടെ സ്പേസിലാവട്ടെ, ആ ഒരു റീജിയനിലെ ഓരോ പോയിന്റിലും ഒരു വെക്റ്റർ വാല്യൂ അസൈൻ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു വെക്റ്റർ വാല്യൂ അസൈൻ ചെയ്യുന്ന ഒരു വെക്റ്റർ ഫംഗ്ഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഡിസ്ക്രൈബ്സ് എ വെക്റ്റർ ഫീൽഡ്. നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. നമ്മുടെ കോളേജിലെ നമ്മുടെ ക്ലാസ് റൂമിൽ തന്നെ ഫാൻ വർക്ക് ചെയ്യുന്നുണ്ട് വിചാരിക്കാം. ദെൻ അവിടെ ഓരോ എയർ പാർട്ടിക്കിൾസും മൂവ് ചെയ്യുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ദേ ഹാവ് സം പെർട്ടിക്കുലർ വെലോസിറ്റി. ദാറ്റ് മീൻസ് എവറി പോയിന്റ് വിൽ ഹാവ് എ പെർട്ടിക്കുലർ വെലോസിറ്റി. മൂവ് ചെയ്യുന്നതായതുകൊണ്ട് തന്നെ അവിടെ ഒരു വെലോസിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓരോ പോയിന്റിലും. ഇതുപോലെ വെലോസിറ്റി വെക്ടർ ഓരോ പോയിന്റിലും നമുക്ക് കാണാമെന്നർത്ഥം. So that velocity function describes in that region a vector field. ഓരോ പോയിന്റിലും ഒരു വെക്റ്റർ വാല്യൂ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടെങ്കിൽ, വെലോസിറ്റി ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്, വെലോസിറ്റി വെക്ടറാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതെങ്കിൽ, that velocity function
describes a vector field. നമ്മൾ ഈ വെക്റ്റർ ഫീൽഡുകൾ ഒരുപാട് നമ്മൾ വരച്ച് പഠിച്ചിട്ടുണ്ട്. പ്ലസ് ടുവിലൊക്കെ പഠിച്ച സമയത്ത് നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ വരച്ചിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ഫീൽഡുകൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ഒരു വെക്റ്റർ ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് ദ വെക്റ്റർ ഫീൽഡ് ഈസ് എ ഫങ്ഷൻ in a region of plane or space that assigns a vector at every point of that region. ഇതിന് തൊട്ട് മുമ്പുള്ള സെഷനിൽ ഗ്രേഡിയൻറ്റ് വെക്റ്റേഴ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഫോർ ഓൾ ഡിഫറൻഷ്യബിൾ സ്കേലാർ ഫങ്ഷൻസ് എഫ് ഓഫ് എക്സ് വൈ ഓർ എഫ് ഓഫ് എക്സ് വൈ സെഡ്, we have defined gradient vector as del f equal to dou f by dou xi plus dou f by dou yj for the two variable functions, and for three variable functions as del f equal to dou f by dou xi plus dou f by dou yj plus dou f by dou zk എന്ന്. അപ്പോൾ ഇതിനർത്ഥം ഒരു ഡിഫറൻഷ്യബിൾ സ്കേലാർ ഫീൽഡ്, ഒരു സ്കേലാർ ഫങ്ഷൻ ഒരു റീജിയനിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അവിടെ ആ സ്കേലാർ ഫങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് അവിടെയുള്ള ആ റീജിയനിലെ ഓരോ പോയിന്റിലും ഇതുപോലെ ഒരു ഡെൽ എഫ് എന്നൊരു വെക്റ്റർ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ആ സ്കേലാർ ഫീൽഡിൽ ഒരു വെക്റ്റർ ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കാമെന്നല്ലായിരുന്നു അർത്ഥം. ഓരോ പോയിന്റിലും ഇതുപോലെ ഒരു വെക്റ്റർ വാല്യൂഡ് ഫങ്ഷൻ, ഒരു വെക്റ്റർ വാല്യൂ നമുക്ക് അസ്യൂം ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ ഫങ്ഷനെ നമുക്ക് ഒരു ഗ്രേഡിയൻറ്റ് ഫീൽഡ് എന്ന് പറയാം. ദാറ്റ് ഈസ് ദ വെക്റ്റർ ഫീൽഡ് ഹിയർ ഈസ് ഗ്രേഡിയൻറ്റ് ഫീൽഡ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ ഫങ്ഷൻ അനുസരിച്ചുകൊണ്ട് ദാറ്റ് ഈസ് വി ക്യാൻ ഫൈൻഡ് എ വെക്റ്റർ ഫീൽഡ് ഫോർ എവരി ഡിഫറൻഷ്യബിൾ സ്കേലാർ ഫങ്ഷൻ എഫ് ഓഫ് എക്സ് വൈ ഓർ എഫ് ഓഫ് എക്സ് വൈ സെഡ് യൂസിങ് ദ ഗ്രേഡിയൻറ്റ് വെക്റ്റർ. സോ ഇറ്റ് ഈസ് കോൾഡ് ഗ്രേഡിയൻറ്റ് ഫീൽഡ്. ടു വേരിയബിൾ ഫങ്ഷനുകളെ, അതായത് എഫ് ഓഫ് എക്സ് വൈ, ഇതുപോലെ രണ്ട് വേരിയബിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വെക്റ്റർ ഫീൽഡുകളെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സം പി ഓഫ് എക്സ് വൈ ഐ പ്ലസ് ക്യു ഓഫ് എക്സ് വൈ ജെ എന്ന്. അതുപോലെ ത്രീ വേരിയബിൾ ഫങ്ഷൻസ് ആണെങ്കിൽ, അതായത് നമ്മൾ സ്പേസിലാണ് പറയുന്നതെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും. എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ക്യു ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ എന്ന്. ഇവിടെ ഓരോ പോയിന്റിലും നമുക്ക് സാധാരണ നമ്മൾ വെക്റ്റേഴ്സ് കണ്ടുപിടിക്കുന്ന പോലെ ഐ ജെ കെ എന്ന യൂണിറ്റ് വെക്റ്റേഴ്സിൻ്റെ കോമ്പിനേഷനായിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഇവിടെ പി ക്യു ആർ എന്നൊക്കെ പറയുന്ന ഫങ്ഷനുകൾ, പി ക്യു ആർ ആർ സ്കേലാർ ഫങ്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക ചിലപ്പം എക്സ് ഐ പ്ലസ് വൈ സ്ക്വയർ ജെ പ്ലസ് എക്സ് വൈ സെഡ് കെ എന്നൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എക്സ് വൈ എക്സ് സ്ക്വയർ വൈ എന്നൊക്കെ പറയുന്നതാണ് അവിടുത്തെ സ്കേലാർ ഫങ്ഷൻസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന സമയത്ത് അത് മനസ്സിലാവും. ചുരുക്കി ഇത്ര മനസ്സിലാക്കി വെക്കുക. നമ്മുടെ സ്കേലാർ ഫീൽഡ് വെക്റ്റർ ഫീൽഡിൽ ഫങ്ഷൻസ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇതുപോലെ കമ്പോണൻറ്റ് ഫങ്ഷൻസ് ആയിട്ടുള്ള പി ക്യു, ഇവിടെ പി ക്യു എന്നാണ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ കമ്പോണൻറ്റ് ഫങ്ഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് വെക്റ്റർ ഫോമിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഈ ഭാഗത്ത് രണ്ട് ടെർമിനോളജിയും കൂടെ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഫസ്റ്റ് വൺ ഈസ് ദ ഡൈവേർജൻസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്. ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ഡൈവേർജൻസ് എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്, ഡൈവേർജൻസ് മീൻസ് ദ ഔട്ട് ഗോയിങ്നെസ് ഓർ ദ ഔട്ട്വേർഡ് ഫ്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത് ഡിഫൈൻ ചെയ്യുന്നത് ശരിക്ക് ഈ ഡൈവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫൈൻ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വെക്റ്റർ ഓപ്പറേറ്റർ ഓൺ എ വെക്റ്റർ ഫീൽഡ് ഡിഫൈൻഡ് ആസ് ഡെൽ ഡോട്ട് എഫ് എന്നാണ്. ഡെൽ ഡോട്ട് എഫ് നമ്മുടെ ഫങ്ഷൻ എഫ് എന്ന് പറയുന്നത് സപ്പോസ് എഫ് ഓഫ് എക്സ് വൈ
അല്ലെങ്കിൽ എഫ് ഓഫ് എക്സ് വൈ സെഡ് എന്ന് വിചാരിക്കാം. അപ്പോൾ ഡെൽ ഡോട്ട് എഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഡെൽ എന്ന് പറയുന്ന ഓപ്പറേറ്റർ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്. ഡെൽ ഈസ് ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് കെ എന്നാണ്. അപ്പോൾ ഈ ഓപ്പറേറ്ററിൻ്റെയും വെക്റ്റർ ഫംഗ്ഷൻ്റെയും ഡോട്ട് പ്രൊഡക്റ്റിനെയാണ് നമ്മൾ ഡൈവേർജൻസ് എന്ന് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ എടുക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഇതുപോലെ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ എന്നാണ് നമുക്ക് എടുക്കുന്ന ഫംഗ്ഷൻ എങ്കിൽ, അപ്പോൾ അവിടുത്തെ ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ഡോട്ട് പി ഐ പ്ലസ് ക്യൂ ജെ എന്ന് കിട്ടും. അപ്പോൾ ഇതിന് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ എന്ന് കിട്ടും. ഇനി 3 വേരിയബിൾ ഫംഗ്ഷനാണ് നമ്മൾ എടുക്കുന്നതെങ്കിലോ, അപ്പോൾ അവിടെ നമുക്ക് ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത് കിട്ടുന്നത് ഇങ്ങനെയാണ്: ഡോ പി ബൈ ഡോ എക്സ് പ്ലസ് ഡോ ക്യൂ ബൈ ഡോ വൈ പ്ലസ് ഡോ ആർ ബൈ ഡോ ഇസെഡ് എന്ന് കിട്ടും. ഇവിടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ് ഡെൽ ഡോട്ട് എഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കിട്ടുന്നത് ഈ 2 വെക്ടറുകളിൽ നിന്നുള്ള ഒരു സ്കേലാർ ക്വാണ്ടിറ്റി നമുക്ക് കിട്ടും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏതോ ഒരു സ്കേലാർ മെഷറാണ് നമുക്ക് കിട്ടുന്നത്. ആക്ച്വലി ഡൈവേർജൻസ് എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇറ്റ് മെഷേഴ്സ് ദ ഔട്ട്വേർഡ് ഫ്ലോ ഓർ ഔട്ട് ഗോയിങ്നെസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്. ഒരു എക്സാമ്പിൾ ഉപയോഗിച്ചുകൊണ്ട് പറയാം. സപ്പോസ് വി ഹീറ്റഡ് air in a region, then we can see that it expands in all direction. നമ്മളൊരു ഭാഗത്തെ എയർ ഇങ്ങനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുക, ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾസ് ഈസ് ഇൻ ഔട്ട്വേർഡ് ഡയറക്ഷൻ. അതായത് ഔട്ട്വേർഡ് ഫ്ലോ ആണ് നമുക്കിവിടെ കാണാൻ കഴിയുക, ശരിയല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ പറയുക ദ ഡൈവേർജൻസ് ഈസ് പോസിറ്റീവ് എന്ന് പറയും. ദാറ്റ് ഈസ് ഡെൽ ഡോട്ട് എഫ് ഈസ് ഗ്രേറ്റർ ദാൻ 0. ഇതുപോലെ ഔട്ട്വേർഡ് ഫ്ലോ ആണ് നമുക്ക് കാണാൻ കഴിയുന്നതെങ്കിൽ അവിടെ നമ്മളതിന് ഡൈവേർജൻസ് പോസിറ്റീവ് ആണ് എന്ന് നമ്മൾ പറയും. ഡെൽ ഡോട്ട് എഫ് ഗ്രേറ്റർ ദാൻ 0 ആണ് അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്ന് പറയും. ഇനി ഇതേ കേസ് തന്നെ സിമിലർലി ഇഫ് വി കൂൾഡ് ദ എയർ ഇൻ ദാറ്റ് റീജിയൻ, then we can see that it contract. ശരിയല്ലേ? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടുത്തെ വെലോസിറ്റി വെക്ടർ നേരത്തെ ഹീറ്റ് ചെയ്ത സമയത്ത് പുറത്തേക്കായിരുന്നു നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇനി ഇവിടെ നമ്മൾ ഇതുപോലെ കൂൾ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്നത് വെലോസിറ്റി പാർട്ടിക്കിൾസ് കോൺട്രാക്ട് ചെയ്യുന്നതായിട്ടാണ് കാണാൻ കഴിയുക. അവിടെ നമ്മൾ പറയുക ദ ഡൈവേർജൻസ് ഈസ് നെഗറ്റീവ്. ദാറ്റ് മീൻസ് ഡെൽ ഡോട്ട് എഫ് ഈസ് ലെസ് ദാൻ 0 എന്ന് പറയും. ഇതുപോലെ ചില കേസുകളിൽ നമുക്ക് കാണാൻ കഴിയുക ഡൈവേർജൻസ് 0 ആയിരിക്കും. ദാറ്റ് മീൻസ് ഡെൽ ഡോട്ട് എഫ് ഈക്വൽ ടു 0 ആയിരിക്കും. ഡെൽ ഡോട്ട് എഫ് 0 ആണെങ്കിൽ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ വെക്റ്റർ ഫീൽഡ് ഈസ് ഇൻകംപ്രസിബിൾ. അപ്പോൾ വെക്ടേഴ്സ് ഔട്ട്വേർഡ് ഫ്ലോയും അതുപോലെ ഇൻസൈഡ് ഫ്ലോയും സെയിം ആയിരിക്കും. ഇതുപോലെ ഉണ്ടാകും. നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ ചെറിയൊരു ഫീൽഡ് മാത്രം റെപ്രസെൻറ്റ് ചെയ്തത് മാത്രമേ ഉള്ളൂ. ഇത് ഓരോ പാർട്ടിക്കിൾസിൻ്റെയും ഓരോ മൂവ്മെൻറ്റ്സിൻ്റെയും ഓരോ സിറ്റുവേഷൻസ് അനുസരിച്ചുകൊണ്ട് നമുക്ക് വരയ്ക്കുന്ന രീതി മാറ്റം ഉണ്ടാവും. ഇത് തന്നെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി മനസ്സിലാക്കാൻ വേണ്ടി വരച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഓരോ എക്സാമ്പിൾസ് വേണമെങ്കിൽ ഇനി പിന്നീട് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസും ആനിമേഷൻസും ഉപയോഗിച്ചുകൊണ്ട് കാണിച്ചു തരാം. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കേണ്ടത്. ഇഫ് ദ ഡൈവേർജൻസ് ഈസ് പോസിറ്റീവ്, then there is an outward flow of fluids, del dot f is less than 0, then there is an inward flow. If del dot f equal to 0, then outward flow and inward flow are same, so it is called incompressible vector field or solenoidal vector field. Solenoidal vector field, that is, a vector field is said to be incompressible or solenoidal if the divergence equal to 0 or del dot f equal to 0. നമ്മൾ ഡൈവേർജൻസിനെ 2 രീതിയിലാണ് റെപ്രസെൻ്റ് ചെയ്യുക. ഒന്ന് ഡൈവേർജൻറ്റ് എഫ് എന്ന്, അല്ലെങ്കിൽ
ഡെൽ ഡോട്ട് എഫ് എന്ന്. ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു ടെർമിനോളജിയാണ് കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ്. കേൾ ഓഫ് എ വെക്റ്റർ ഫീൽഡ്. ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ കേൾ എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഓൾസോ എ വെക്റ്റർ ഓപ്പറേറ്റർ ഓൺ ദ വെക്റ്റർ ഫീൽഡ് എഫ് ഡിഫൈൻഡ് ആസ് del cross f. Suppose the vector field is f of xy or f of xyz, then the terminology curl is defined as del cross f. Del cross f എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്രോസ് എഫ് ഓഫ് എക്സ് വൈ, ഓർ ഡോ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ പ്ലസ് ഡോ ബൈ ഡോ ഇസെഡ് കെ ക്രോസ് എഫ് ഓഫ് എക്സ് വൈ ഇസെഡ് എന്ന്. ആക്ച്വലി the curl of a vector field describes the idea of how a vector field may rotate. നേരത്തെ നമ്മൾ ഡൈവേർജൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നത് ഇറ്റ് ഈസ് ദ ഔട്ട്വേർഡ് ഫ്ലോ ഓർ ദ ഔട്ട് ഗോയിങ്നെസ് ഓഫ് എ വെക്റ്റർ ഫീൽഡ്. കേൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ദ റൊട്ടേഷൻ ഓഫ് എ വെക്റ്റർ ഫീൽഡ് ഇൻ എ റീജിയൻ. ഫോർ എക്സാമ്പിൾ, ഇഫ് വി കൺസിഡർ എ ഫ്ലൂയിഡ് ഫ്ലോ ഇൻ എ 2D plane, then we can see the velocity vector field like this. Here every point have a velocity vector. Also we can see that the rotation of particles in all the regions of this plane. Here in some region they rotate in anti-clockwise, and in some region they rotate in clockwise direction. If they rotate in anti-clockwise direction in a region, then we say that there is a positive curl. And in some region like this, here the rotation is in clockwise direction. That is, in some region like this, the rotation is in the clockwise direction. So there we say that the divergence is less than 0. But see here the particles have no rotation. That means കുറച്ചെണ്ണം വരുന്നു, അതുപോലെ തന്നെ പോകുന്നു. ആ റീജിയനിൽ റൊട്ടേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയുന്നില്ല. So there we say that the divergence is the curl is 0. കേൾ 0 ആണെങ്കിൽ നമ്മൾ പറയുക the vector field is irrotational. That is, a vector field is said to be irrotational if the curl of that vector field equal to 0. ഇവിടെ 3 കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. That is, if the curl is positive, then we can see a anti-clockwise rotation of vector field, and if the curl is negative, then there is a clockwise rotation of fluids or vector field, and if the curl is equal to 0, then there is no rotation of particles. That is, the vector field is irrotational.